തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും ട്വിസ്റ്റ്. നിയമസഭയിൽ വിശ്വാസ വോട്ടെടുപ്പിൽ ടി.വി.കെ സർക്കാർ വിജയിച്ചു. ഇതോടുകൂടി തന്നെ തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വീണ്ടും ഒരു ചരിത്ര നിമിഷം കുറിക്കപ്പെടുകയാണ്. 144 അംഗങ്ങളുടെ പിന്തുണയോടെയാണ് സർക്കാർ വിശ്വാസ വോട്ടെടുപ്പ് നേടിയിരിക്കുന്നത്. സർക്കാരിനെതിരെ 22 പേർ മാത്രമാണ് വോട്ട് ചെയ്തത്. അതേസമയം DMK, BJP, PMK എന്നീ പാർട്ടികളാകട്ടെ വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. 5 അംഗങ്ങൾ മാത്രമാണ് ഈ അഭിപ്രായ വോട്ടെടുപ്പ് നടത്തിയതായും അവിടെ നിന്നും വിട്ടുനിന്നതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇത്തവണത്തെ വോട്ടെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചയായി തന്നെ മാറിയത് AIDMKയിലെ ഭിന്നത തന്നെയാണ്. പാർട്ടി നേതൃത്വവുമായി അഭിപ്രായ ഭിന്നത തുടരുന്ന CV ഷൺമുഖവും അതേപോലെ തന്നെ SP വേലുമണിയും നേതൃത്വം നൽകുന്ന വിഭാഗം TVK സർക്കാരിനെ തുറന്ന് പിന്തുണച്ചു എന്നതാണ്. ഇവർ നേരത്തെ തന്നെ TVKയെ പിന്തുണയ്ക്കുമെന്ന് സൂചനകൾ നൽകിയിരുന്നുവെങ്കിൽ പോലും ഇന്ന് സഭയിൽ അതിനെ ഔദ്യോഗിക രൂപം ലഭിച്ചിരിക്കുകയാണ്. നിലവിൽ 120 അംഗങ്ങളുടെ പിന്തുണയുണ്ടായിരുന്ന വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാരിന് വിമത, AIDMK അതേപോലെ ഈ MLA-മാരുടെ പിന്തുണ ഇതുകൂടി ലഭിച്ചതോടുകൂടി തന്നെ അംഗബലം 144 തന്നെ ഉയർന്നിരിക്കുകയാണ്. അതേസമയം AIDMK ജനറൽ സെക്രട്ടറി എടപ്പാടി K പളനിസ്വാമി പാർട്ടിയുടെ 47 MLA-മാർക്കും സർക്കാരിനെതിരെ വോട്ട് ചെയ്യാൻ വിപ്പ് നൽകിയിരുന്നുവെങ്കിൽ പോലും അതിന് പൂർണ്ണ ഫലം കണ്ടില്ല എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷണമായി തന്നെ വ്യക്തമാക്കുന്നത്. തമിഴ്നാട് രാഷ്ട്രീയത്തിൽ പുതിയ കൂട്ടുകെട്ടുകൾക്കും വലിയ മാറ്റങ്ങൾക്കും വഴിയൊരുക്കുന്ന സംഭവ വികാസമായി തന്നെ ഇപ്പോൾ ഇത് മാറുകയാണ് എന്നതാണ് വ്യക്തമായിരിക്കുന്നത്. TVK അധികാരത്തിലെത്തുന്നത് തടയാൻ എടപ്പാടി K പളനിസ്വാമി ആകട്ടെ DMK-യുമായി സഖ്യത്തിന് ശ്രമിച്ചതാണ് പാർട്ടിക്കുള്ളിലെ പൊട്ടിത്തെറിക്ക് കാരണമായത് എന്നത് നേരത്തെ തന്നെ ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. 53 വർഷമായി തന്നെ DMK വിരുദ്ധ നിലപാട് സ്വീകരിക്കുന്ന പാർട്ടി അത്തരമൊരു നീക്കം നടത്തുന്നത് അംഗീകരിക്കാനാകില്ല എന്നും അതിന് പിന്നാലെയാണ് നിയമസഭയിലും ഇത്തരത്തിൽ ഒരു പിന്തുണ വന്നിരിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച CV ഷൺമുഖത്തിന്റെ നേതൃത്വത്തിലുള്ള AIDMK വിഭാഗമാകട്ടെ അത് വലിയൊരു രാഷ്ട്രീയ മാറ്റത്തിനും പിളർപ്പിലേക്ക് പോകുന്നതായി തന്നെയുള്ള വിലയിരുത്തലടക്കം പുറത്തു വന്നിരുന്നു. പാർട്ടിയെ വിഭജിക്കുന്നതിൽ തനിക്ക് താല്പര്യമില്ല എന്നും എന്നാൽ DMK, AIDMK സഖ്യത്തിൽ MLA-മാർ ആശങ്കയിലായിരുന്നുവെന്നും ഷൺമുഖം പ്രതികരിക്കുകയാണ് ചെയ്തത്. ചെന്നൈയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ തനിക്ക് നേരിട്ട് തുടർച്ചയായ പരാജയങ്ങളെക്കുറിച്ച് അദ്ദേഹത്തിന് നേരിട്ട ചില പരാജയങ്ങളെക്കുറിച്ച് തുറന്നടിക്കുകയും ചെയ്തിരുന്നു. ഇത്തവണത്തെ ജനവിധി വിജയ് മുഖ്യമന്ത്രിയാകാൻ വേണ്ടിയുള്ളതാണ് എന്നും അതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നും അതിലെ പ്രധാന കാര്യങ്ങൾ ഇവിടെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ജനങ്ങളുടെ വിധിയെ അംഗീകരിക്കുന്നുവെന്നും അതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി വിജയിയെ ഹൃദയം നിറഞ്ഞ് അഭിനന്ദിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. AIDMK ആകട്ടെ ഒരു പാർട്ടി എന്ന നിലയിൽ വിജയ് നയിക്കുന്ന TVK സർക്കാരിന് പരിപൂർണമായ പിന്തുണ നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയാണ് ചെയ്തത്. DMK അതേപോലെ തന്നെ AIDMK സഖ്യത്തിലൂടെ തന്നെ എടപ്പാടി പളനിസ്വാമി മുഖ്യമന്ത്രിയാവാൻ നീക്കം നടത്തിയെന്നും എന്നാൽ അത് അവിടെ സാധിച്ചില്ല എന്നും നിലവിൽ 30 AIDMK MLA-മാർ TVKയെ പിന്തുണച്ചപ്പോൾ അത് വലിയ രീതിയിൽ അദ്ദേഹത്തിന് ഒരു തിരിച്ചടിയാകുകയും അദ്ദേഹത്തോടൊപ്പം വെറും 17 ആൾക്കാർ മാത്രമാണ് നിന്നത് എന്നതാണ് ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.